ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗം ശ്ലോകങ്ങൾ 42-43. 43-ാമത്തെ ശ്ലോകത്തോടുകൂടി കർമ്മയോഗമെന്ന അധ്യായം തീരുകയാണ്. ഇന്ദ്രിയാണി പരാണ്യാഹൂരിന്ദ്രിയേഭ്യഃ പരം മനഃ മനസ്സസ്തു പരാബുദ്ധി രോ ബുദ്ധ്യേഃ പരതസ്തു സഹ ഏവം ബുദ്ധേഃ പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമാത്മേന ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം. വാക്കുകൾ പിരിച്ചു വായിക്കുമ്പോൾ പരാണ്യാഹൂഹു എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രിയേഭ്യ എന്ന് പറയാം. അല്ലെങ്കിൽ ഹൂ കഴിഞ്ഞിട്ട് വിസർഗം കൊടുത്തില്ല എങ്കിൽ രീ ആണ് അവിടെ വരുന്നത്. നമ്മൾ പിരിച്ചു വായിക്കുകയാണ്. ഇന്ദ്രിയാണി പരാണ്യാഹുഹു ഇന്ദ്രിയേഭ്യ പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധിർ യോ ബുദ്ധേ പരതസ്തു സഹ ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമാത്മേന ജഗി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം. ഓം തത്സത് ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ കർമ്മയോഗോ നാമ തൃതീയോധ്യായ സമാപ്തഃ. ഭഗവാൻ ഇവിടെ പറയുകയാണ്, നമ്മുടെ മുഴുവൻ ശരീരഭാഗങ്ങൾ എടുത്താൽ ആ ശരീരഭാഗങ്ങളെക്കാൾ ഇന്ദ്രിയങ്ങളെക്കാൾ മനസ്സും മനസ്സിനേക്കാൾ ബുദ്ധിയും ശ്രേഷ്ഠമാകുന്നു. ബുദ്ധിയെക്കാളും ശ്രേഷ്ഠമാണ് ആത്മസത്ത. ശരീരത്തിൽ വാസമുറപ്പിക്കുന്ന കാമം ഇന്ദ്രിയങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ശരീരഭാഗങ്ങളെക്കാൾ ഇന്ദ്രിയങ്ങൾക്ക് ശ്രേഷ്ഠത കൈവരുന്നു. ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തെയാണ് ശരീരകർമ്മം എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതോടെ ശരീരത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുമ്പോഴും മനസ്സ് പ്രവർത്തിക്കുന്നുണ്ടാവും. മനസ്സിനെ കൂടി നിയന്ത്രിക്കുന്ന ബുദ്ധി അതിനപ്പുറമുണ്ട്. ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമായ ജീവാത്മാവ് പരമാത്മാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതോടെ മറ്റുള്ളവയെല്ലാം ഏകതാനമായി ജീവാത്മാവിനെ അനുസരിക്കുന്നു. മഹാബാഹുവായ അർജുന, ഈ വിധം ബുദ്ധിയെക്കാളും ശ്രേഷ്ഠമാണ് ആത്മാവെന്നറിഞ്ഞിട്ട് സ്വമനസ്സിനെ ബുദ്ധി കൊണ്ട് സ്തംഭിപ്പിച്ച് ജയിച്ചടക്കാൻ പ്രയാസമുള്ള ശത്രുവായ കാമത്തെ നീ ജയിക്കുക. സകല കർമ്മങ്ങളുടെയും ഉദ്ഭവസ്ഥാനമായ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതോടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ കഴിയും. ബുദ്ധി സ്വതന്ത്രമാകുന്നതോടെ കാമക്രോധങ്ങൾക്ക് ഇടം ലഭിക്കാതാകും. കാമക്രോധങ്ങൾ നശിക്കുന്നതോടെ ആത്മജ്ഞാനത്തിന്റെ പരമാനന്ദം നിനക്ക് ലഭിക്കും. ഹരേ കൃഷ്ണ. ഇതിന്റെ വാക്കർത്ഥം കൂടി നമുക്ക് നോക്കാം. ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങളെ, പരാണി ശ്രേഷ്ഠങ്ങളെന്ന് ആഹൂഹു പറയുന്നു. ഇന്ദ്രിയേഭ്യക ഇന്ദ്രിയങ്ങളെക്കാൾ, പരം ശ്രേഷ്ഠം. മനഃ മനസ്സാകുന്നു. മനസ്സക തു മനസ്സിനേക്കാൾ, ബുദ്ധിഹി എന്നാൽ ബുദ്ധി, പരാ ശ്രേഷ്ഠമാകുന്നു. യഹ തു യാതൊന്നാണോ, ബുദ്ധേഹേ പരതഃ ബുദ്ധിയേക്കാൾ മികച്ചതായുള്ളത്. സഹ സഹ എന്നാൽ അവൻ. അതായത് ഇവിടെ പറയുന്നത് ആത്മാവിനെയാണ് അവൻ എന്ന് പറയുന്നത്. ഏവം ഇപ്രകാരം, ബുദ്ധേഹേ ബുദ്ധിയിൽ നിന്ന്, പരം ശ്രേഷ്ഠമായതിനെ, ബുദ്ധ്വാ അറിഞ്ഞിട്ട്, ആത്മാനം സ്വമനസ്സിനെ, ആത്മേനാ ബുദ്ധിശക്തി കൊണ്ട്, സംസ്തഭ്യ സ്തംഭിപ്പിച്ചിട്ട്, മഹാബാഹോ മഹാബാഹുവായ അർജുന ദുരാസദം ജയിക്കാൻ പ്രയാസമുള്ള, കാമരൂപം കാമമാകുന്ന, ശത്രും ജഹി ശത്രുവിനെ ഹനിച്ചാലും. ഹരേ കൃഷ്ണ.